ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മാഗ്നാമെന്റർ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ SSC CGL 2025 നോട്ടിഫിക്കേഷൻ ഇന്നലെ ഔട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളുടെ എന്തൊക്കെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് കാര്യങ്ങൾ എന്നൊക്കെ വെച്ചുകൊണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കുമെന്ന്. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം, ഒരുപാട് പേര് കമൻ്റായിട്ടൊക്കെ ഡൗട്ട് ചോദിക്കാറുണ്ട് CGL എക്സാമിനെ പറ്റി. ഏതൊക്കെ പോസ്റ്റുകളാണുള്ളത്, അവിടെ ഏജ് ലിമിറ്റ് എത്രയാണ്, അല്ലെങ്കിൽ എങ്ങനെ അത് അപ്ലൈ ചെയ്യാൻ പറ്റും, പിന്നെ നമുക്ക് നമ്മുടെ OBC സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം, ഏത് ഡേറ്റ് വെച്ചാണ് നമ്മളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നോക്കുന്നത്, ഇപ്പോൾ ഡിഗ്രിയുടെ റിസൾട്ട് വന്നാൽ മതിയോ അതോ സർട്ടിഫിക്കറ്റിൻ്റെ ഡേറ്റ് ആണോ നോക്കേണ്ടത്, പിന്നെ ഫിസിക്കൽ ടെസ്റ്റ് ഉള്ള പോസ്റ്റുകൾ ഏതൊക്കെയാണ്, പിന്നെന്താ സ്ട്രെസ് ഉള്ള ജോലികൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ വേണോ GST ഇൻസ്പെക്ടർ വേണോ, ഇപ്പോൾ ഏതായിരിക്കും ലൈഫ് ടൈം നിങ്ങൾക്ക് എന്താ വർക്ക് ലൈഫ് ബാലൻസ് തരുന്നത്, അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈയിടെയായിട്ട് നമ്മുടെ ചാനലിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ആൻസർ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച ടൈം എന്ന് പറയുന്നത് നമ്മളുടെ ഈ CGLന്റെ നോട്ടിഫിക്കേഷൻ വരുന്ന ഈ ഒരു സമയം തന്നെയാണ്. അതായത് ഈ ഒരു PDF ഈ ഒരു നോട്ടിഫിക്കേഷനിൽ തന്നെ ഈ ചോദിച്ച ഡൗട്ടുകളുടെ, നമ്മുടെ ഈ സ്ട്രെസ്, വർക്ക് ലൈഫ് ബാലൻസ് ഒഴിച്ച് ബാക്കി എല്ലാ ക്വസ്റ്റ്യനുകളുടെ ആൻസർ ഈ ഒരു PDF നിന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാം. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നിങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ മാഗ്നാമെന്റർ മലയാളം നിങ്ങൾ മാക്സിമം പേര് എല്ലാ ക്ലാസ്സുകളും, ഇതിലിട്ടിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും കംപ്ലീറ്റ് ആയിട്ട് കണ്ട് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ CGL എക്സാമിന് വേണ്ടി നിങ്ങളുടെ ആ ഒരു നമ്മുടെ പ്രീവിയസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന എക്സാമുകളുടെ സൊല്യൂഷൻ, ഇപ്പോൾ CGL 2024 ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ചെയ്യും. അതുപോലെ മുന്നേ ഉള്ള CGL എക്സാമുകളുടെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, നമ്മൾ എടുത്ത് ചെയ്യുന്നതായിരിക്കും. അത് ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, മാക്സിമം ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഒരു അജണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു CGL എക്സാമിൻ്റെ അല്ലെങ്കിൽ CGL എക്സാമിനെ നമ്മൾ ടോട്ടലായിട്ട് ഒന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്. അപ്പോൾ SSCയുടെ ഏത് സൈറ്റാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ssc.gov.in എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്യേണ്ടത്. പഴയ സൈറ്റ് അല്ല, പുതിയ സൈറ്റ്. ഇതിനകത്താണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ എക്സാം അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഡേറ്റ് 9-ാം തീയതി മുതലാണ്, അത് 4 ജൂലൈ വരെ ഉണ്ട്. അപ്പോൾ ഇന്നലെ തന്നെ ഒരുപാട് പേര് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, സൈറ്റ് നോക്കിയിട്ട് അത് കിട്ടുന്നില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. ഒരു ധൃതിയും പിടിക്കേണ്ട ആവശ്യമില്ല. ഇന്നിപ്പോൾ 10, നിങ്ങളൊരു 12, 13-ാം തീയതിയൊക്കെ മുതൽ എന്ത് ചെയ്താൽ മതി, അപ്ലൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും, കുറച്ച് പേര് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും ആദ്യമേ. അപ്പോൾ ആ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റെക്ടിഫൈ ചെയ്ത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഒരു 3-4 ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്യുക, എന്നിട്ട് മാത്രം എന്ത് ചെയ്താൽ മതി, ഇത് അപ്ലൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പോൾ ബാക്കി എക്സാമിൻ്റെ ഡേറ്റ് പറഞ്ഞു, 13 ഓഗസ്റ്റ് മുതൽ 30 ഓഗസ്റ്റ് വരെ, ഏകദേശം 2 മാസം, ഏകദേശം 60 ദിവസം മാത്രമാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. അപ്പോൾ ഈ 60 ദിവസം നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം എന്ത് ചെയ്യാം, നമ്മളുടെ ചാനലിലെ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. 60 ദിവസത്തെ എല്ലാ സബ്ജക്റ്റിൻ്റെയും പ്ലാൻ ഉടനെ തന്നെ ഈ ഒരു ആഴ്ചയിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, വീഡിയോ ആയിട്ട് തരുന്നതായിരിക്കും, കുറച്ച് ഒരു എക്സ്റ്റേണൽ ഹെൽപ്പ് പോലെ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ മെയിൻസിൻ്റെ എക്സാം ഡിസംബർ 2025. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ എക്സാം കഴിഞ്ഞ് ഇത് കഴിഞ്ഞൊരു 2 മാസം, അതായത് 2026 തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ജോലിയിലേക്ക് കടക്കാം. വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ SSC എക്സാമുകളുടെ റിസൾട്ട് എന്ത് ചെയ്യുന്നത്, അവർ പബ്ലിഷ് ചെയ്യുന്നത്. അതുകൊണ്ട് 2026 തന്നെ നിങ്ങൾക്ക് ഈ വർഷത്തെ നന്നായിട്ട് നിങ്ങൾ എക്സാം എഴുതി ജോലി വാങ്ങിക്കഴിഞ്ഞാൽ അടുത്ത വർഷം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ജോലിയിൽ പ്രവേശിക്കാൻ പറ്റും. അപ്പോൾ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ കാണുക. അപ്പോൾ അവരൊരു ടോൾ ഫ്രീ നമ്പർ തന്നിട്ടുണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വിളിച്ച് പറയാവുന്നതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാം. അപ്പോൾ ഇത്തവണ പേ ലെവൽ 8-ലുള്ള അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റ് അവരെന്ത് ചെയ്തില്ല, അതിന് വേക്കൻസി ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, അത് ഈ CGL-ൽ കാണില്ല. അപ്പോൾ അതിനെ പറ്റിയുള്ള ഡൗട്ടുകൾ ഇപ്പം നമുക്ക് വേണ്ട. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മളുടെ ഈ എക്സാമിന് ഏതൊക്കെ പോസ്റ്റുകളാണ് വിളിച്ചിട്ടുള്ളതെന്ന് നോക്കാം. അപ്പോൾ പേ ലെവൽ 7 ആണ് ഇപ്പോൾ ഹയസ്റ്റ് ആയിട്ടുള്ള ലെവൽ പറയുന്നത്. ഇപ്പോൾ പേ ലെവൽ 4 മുതലാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. 4 എന്ന് പറയുമ്പോൾ ജനറൽ ആൾക്കാർക്ക് 27 വയസ്സുള്ള വരെ ഉള്ളവർക്ക് എഴുതാൻ പറ്റുന്ന ഒരു പോസ്റ്റാണിത് ജനറലിന്. അപ്പോൾ അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൂടുതൽ വേക്കൻസി വരുന്ന പോസ്റ്റാണ് പോസ്റ്റൽ അസിസ്റ്റന്റ് അല്ലെങ്കിൽ സോർട്ടിംഗ് അസിസ്റ്റന്റ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്കത് നോക്കാം. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്തായിരിക്കും ഒരുപാട് പേര് എന്ത് ചെയ്യുന്നത്, CGL-നെ പറ്റി അറിയുന്നതും അല്ലെങ്കിൽ CGL-നെ പറ്റി പുതിയ ആൾക്കാരൊക്കെ ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും. അപ്പോൾ അവർക്ക് കൂടെ ഒരു എക്സാം നമ്മൾ പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ അവർക്ക് ഈ ഒരു എക്സാം ആയിരിക്കത്തില്ല ക്ലിയർ ചെയ്യാൻ പറ്റുന്നത്. അവർ ഈ ഒരു എക്സാമിനെ പറ്റി അറിഞ്ഞു വരുന്നേ കാണത്തുള്ളൂ. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം, നന്നായിട്ടൊരു അവബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ അടുത്ത എക്സാം എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്യാൻ പറ്റും. നിങ്ങൾ നേരത്തെ അറിഞ്ഞവർക്ക് കുഴപ്പമില്ല. അപ്പോൾ ഓൾറെഡി ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ പോസ്റ്റൽ അസിസ്റ്റന്റ് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്, 18 മുതൽ 27 വയസ്സിന് ഇടയ്ക്കുള്ളവർക്ക്
എഴുതാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് മുതൽ എന്ന് വരെ ഉള്ളതായിരിക്കണം എന്നൊക്കെ ഈ വീഡിയോയിൽ തന്നെ പറയുന്നതായിരിക്കും. അപ്പോൾ ബാക്കി നമുക്ക് ഈ ഒരു ടാക്സ് അസിസ്റ്റന്റ്, ബാക്കി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പോസ്റ്റുകളാണ്. ടാക്സ് അസിസ്റ്റന്റ് CBDT-യിലും CBIC-യിലും ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും. ഇത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അതും എല്ലാം 27 വയസ്സാണ്. പിന്നെ SI സബ് ഇൻസ്പെക്ടർ നാർക്കോട്ടിക്സ്, ഇത് നമുക്ക് കേരളത്തിൽ കിട്ടണമെന്നില്ല. അപ്പോൾ ഈ 3 പോസ്റ്റുകളും നമുക്ക് കേരളത്തിൽ ഒരുപാട് വേക്കൻസി അല്ലെങ്കിൽ അത്യാവശ്യം വേക്കൻസി വരുന്ന പോസ്റ്റുകളാണ് പേ ലെവൽ 4-ലെ. അപ്പോൾ ഇത് ഏകദേശം നമ്മളുടെ ഒരു കേരളത്തിൽ തന്നെ എക്സിറ്റി ആണെങ്കിൽ, നമുക്ക് എക്സിറ്റി ഇല്ല കേരളത്തിൽ, അപ്പോൾ നമുക്ക് മാക്സിമം ഒരു എത്ര 45-43 ആ ഒരു 40K പ്ലസ് സാലറി കിട്ടുന്ന പോസ്റ്റുകളാണ്. അടുത്ത പേ ലെവൽ 5-ൽ എല്ലാം ഓഡിറ്ററും അക്കൗണ്ടന്റുമാണ്. അപ്പോൾ ഇത് നമുക്ക് പല പല ഡിപ്പാർട്ട്മെന്റ് CAG CGD അങ്ങനെ പല പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അത് സെപ്പറേറ്റ് പോസ്റ്റ് വൈസ് നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ തൽക്കാലം നിങ്ങൾ പഠിക്കുക. 2 മാസം നിങ്ങൾക്ക് പോസ്റ്റ് നോക്കാനുള്ള സമയമല്ല, പഠിക്കാനുള്ള സമയമാണ്. ഇതെല്ലാം ഗ്രൂപ്പ് C പോസ്റ്റുകളാണ്. ഇപ്പോൾ ലെവൽ 5 എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ സാലറി എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ലെവൽ 6-ൽ വരുന്നതാണ് നമ്മുടെ അസിസ്റ്റന്റ് ASOമാരൊക്കെ മിനിസ്ട്രീസിലുള്ള, അത് നമുക്ക് കേരളത്തിലല്ല, അതെവിടെയാണ് നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലായിരിക്കും കൂടുതൽ. എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് CBIC, അത് വേക്കൻസി ഉണ്ടെങ്കിൽ വളരെ നല്ലൊരു പോസ്റ്റാണ്. ഇതൊന്നും കുഴപ്പമില്ല. ഡിവിഷണൽ അക്കൗണ്ട് കേരളത്തിലില്ല. സബ് ഇൻസ്പെക്ടർ NIA കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള ജോബാണ്. NCB-യിലെ അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസറും സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2-ഉം. ഇത് രണ്ടും ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ JSO എന്ന് പറയുന്ന പോസ്റ്റ് 18-നും 32 വയസ്സ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം. ജനറലാണെങ്കിൽ 32 വയസ്സ് വരെ എഴുതാം. ഇത് ഗ്രൂപ്പ് B പോസ്റ്റ് ആണ്. പിന്നെ ഇത് കൂടുതൽ സർവേ ടൈപ്പ് ആണ്. നമുക്ക് വീടിന് അടുത്ത് തന്നെ കിട്ടും. ഇവിടെ കുറച്ച് യാത്ര ഉണ്ടെന്നുള്ളൂ, പക്ഷെ ഒരുപാട് ഫ്രീ ടൈം കിട്ടുന്ന ഒരു ജോലിയാണ്. അത് നിങ്ങൾക്ക് നോക്കാം. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ പുതുതായിട്ട് വന്ന ന്യൂ പോസ്റ്റ് ആണ്. അപ്പോൾ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ന്യൂ പോസ്റ്റ് ആണ് നമ്മളുടെ ഓഫീസ് സൂപ്രണ്ട് എന്ന് പറയുന്ന പോസ്റ്റ്. CBDT, അതായത് നമ്മുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലെ ലെവൽ 6 ആണ്. പണ്ടൊക്കെ ഇങ്ങനെ ഈ ഒരു ലെവൽ 6 പോസ്റ്റ് ഇല്ലായിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോസ്റ്റാണ്. ഒരുപാട് വേക്കൻസിയും ഇവിടെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു ഓഫീസ് ജോലി മാത്രം നിങ്ങൾ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോസ്റ്റിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാവുന്നതാണ്. ലെവൽ 6 ആണ്. ഇനി അടുത്തത് നമ്മുടെ ലെവൽ 7. ലെവൽ 6-ന്റെ ഒക്കെ ബേസിക് പേയും ഇതിന്റെ പകുതിയിൽ കൂടുതൽ 60% നമുക്ക് DA ആവും. അപ്പോൾ അടുത്ത ജൂലൈയിൽ. അപ്പോൾ അത്രയൊക്കെ ആകുമ്പോൾ നല്ല ഒരു ഇൻ ഹാൻഡ് പേ കിട്ടുന്ന ഒരു ലെവൽ തന്നെയാണ്. ഇനി നമ്മുടെ ഏറ്റവും ഹയസ്റ്റ് ലെവൽ, ഈ CGL-ലെ ഏറ്റവും ഹയസ്റ്റ് ലെവൽ പേ ലെവലുള്ള ലെവൽ 7 നമ്മുടെ ഇൻസ്പെക്ടർ പോസ്റ്റുകളാണ്. അപ്പോൾ അതിനകത്ത് ASO ഉണ്ട്. ഇത്രയും സ്ഥലത്ത് ഇന്റലിജൻസ് ബ്യൂറോ, റെയിൽവേസ്, എക്സ്റ്റേണൽ അഫയേഴ്സ്, AFSQ, HQ അങ്ങനെയുള്ള ഇതെല്ലാം നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലുള്ള വേക്കൻസിയിലാണ്. നമ്മുടെ കേരളത്തിൽ വരുമ്പോൾ നമുക്ക് എന്ത് വരും, ഇൻസ്പെക്ടർ ഓഫ് ഇൻകം ടാക്സ്, അതുപോലെ ഇൻസ്പെക്ടർ സെൻട്രൽ എക്സൈസിലെ CBIC-യിൽ വരുന്നതാണ്. ഇത് GST ഇൻസ്പെക്ടർ എന്നറിയപ്പെടും. ഇത് കസ്റ്റംസ് ഇൻസ്പെക്ടറാണ്, പ്രിവന്റീവ് ഓഫീസർ. കസ്റ്റംസിൽ തന്നെ എക്സാമിനർ എന്നുള്ള ഒരു പോസ്റ്റ് ഉണ്ട്. അത് ഇൻസ്പെക്ടർ ലെവലാണ്. പിന്നെ എൻഫോഴ്സ്മെന്റ് ഓഫീസർ, അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, അതായത് നമ്മുടെ ED-യിലുള്ള പവർഫുൾ പോസ്റ്റാണ്. സബ് ഇൻസ്പെക്ടർ CBI-ലെ അതും പവർഫുൾ പോസ്റ്റാണ്. പക്ഷെ കുറച്ച് ഹെക്റ്റിക്കാണ്. ഇത് രണ്ടും ഹെക്റ്റിക് ആയിട്ടുള്ള പോസ്റ്റുകളാണ്. ഇപ്പം ഇതിൽ നിന്നും രാജിവെച്ച ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ നന്നായിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അത് ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇൻസ്പെക്ടർ ഓഫ് പോസ്റ്റ് നമ്മുടെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലുള്ളതാണ്. ഇത് കുറച്ച് ഹെക്റ്റിക്കാണ്, പക്ഷേ വേക്കൻസി ഭയങ്കര കുറവായിരിക്കും. ഇൻസ്പെക്ടർ നമ്മുടെ നാർക്കോട്ടിക്സിലെ, അതുപോലെ സെക്ഷൻ ഹെഡ് ഫോറിൻ ട്രേഡിൽ. അപ്പോൾ ഇതൊക്കെ വളരെ നമുക്ക് കേരളത്തിലൊന്നും കിട്ടില്ല. പക്ഷേ എന്നാൽ ഇത്രയും പോസ്റ്റുകൾ എന്താണ് കേരളത്തിൽ വളരെ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് കേരളത്തിൽ കൂടുതൽ ആൾക്കാരും എടുക്കുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണ്, നമ്മുടെ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ, അത് വേക്കൻസി ഉണ്ടെങ്കിൽ, അതുപോലെ GST ഇൻസ്പെക്ടർ, പിന്നെ നമുക്ക് എവിടെ കസ്റ്റംസ് ഇൻസ്പെക്ടർ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, കേരളത്തിൽ നിന്ന് ഇൻസ്പെക്ടർ കിട്ടുന്ന ആൾക്കാർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നതാണ്. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നു GST ആണോ ഇൻകം ടാക്സ് ആണോ നിങ്ങൾക്ക് ഏറ്റവും പീസ്ഫുള്ളായിട്ട്. ഈ പീസ്ഫുൾ എന്ന് പറയുന്ന ഒരു സംഭവം അത് ഓരോ ആൾക്കാരനുസരിച്ചിരിക്കും. ഇപ്പം ചിലർ വിചാരിക്കുന്നത് പീസ്ഫുൾ എന്ന് പറഞ്ഞാൽ വേറെ ഒരു ജോലിയും ചെയ്യാതെ നമുക്ക് വെറുതെ ഇരിക്കാം എന്നുള്ള ഒരു പീസ്ഫുൾ രീതിയിൽ പറയുന്നവരുണ്ട്. കുറച്ച് പേര് പറയുന്നത് ജസ്റ്റ് പീസ്ഫുൾ, അതായത് രാവിലെ പോകുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, ജോലികളൊക്കെ ചെയ്യുന്നു, വൈകിട്ട് വന്നിട്ട് വേറെ ഒരു ടെൻഷൻ ഇല്ല എന്നുള്ളതാണ് അവരുടെ പീസ്ഫുൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ ടെൻഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ ജോലിയിലും ഉള്ളതാണ്. അതിപ്പോൾ ഏത് ജോലി, സാധാ ഒരു ജോലി, ഏത് ജോലി ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ ഒരു ജോലിയും ചെറുതായിട്ട് കാണുന്നില്ല, അതുകൊണ്ട് ഞാനൊരു ജോലിയുടെ പേര് പറയുന്നില്ല. അപ്പോൾ ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും അല്ലെങ്കിൽ എല്ലാ ജോലിയിലും ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ടെൻഷൻ ഫ്രീ ആയിട്ടൊരു ജോലി ഇതിലൊന്നുമില്ല. അത് ആദ്യം മനസ്സിലാക്കുക. പിന്നെ നിങ്ങളുടെ നിങ്ങളുടെ സ്വഭാവം അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച്, ഇപ്പോൾ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ ആണെങ്കിൽ കൂടുതൽ എന്തായിരിക്കും, അവിടെ ഡെസ്ക് ഫയൽ വർക്ക് ആയിരിക്കും. ഫയൽ വർക്ക് അവിടെ കൂടുതൽ തന്നെ ആയിരിക്കും, നല്ല വർക്ക് ലോഡ് കാണും. ഇപ്പോൾ ചില മാർച്ച് സമയങ്ങളിലൊക്കെ നല്ല രീതിയിൽ വർക്ക് ലോഡ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നൈറ്റ് ഡ്യൂട്ടി ഒന്നും അധികം ചെയ്യേണ്ട. എന്നാലും ഇന്റലിജൻസ്
ഇതിൽ പോകുന്ന സമയത്ത് അവിടെ നൈറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. റെയ്ഡിനൊക്കെ പോകേണ്ടി വരും എന്നാണ് പറയുന്നത്. എന്നാൽ കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് എന്താണ് ഒരു ബെറ്റർ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫയൽ വർക്ക് മാത്രം ഇഷ്ടപ്പെടുന്നവരാണ്, യൂണിഫോം ഒന്നും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തീർച്ചയായും ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ എടുക്കാവുന്നതാണ്. ഇപ്പോൾ കൂടുതൽ ആൾക്കാർ ഇതായിരിക്കും കേട്ടിട്ടുള്ളത്. അതും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി കൂടുതൽ ആൾക്കാർ കേട്ടിട്ടുണ്ട്. കാര്യം ഇൻകം ടാക്സ് എന്ന് പറയുന്ന വാക്ക്, അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുക, ഇൻകം ടാക്സ് പിടിക്കുന്നു, നമ്മൾ എന്താ സിനിമയിലും കാര്യങ്ങളും, അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസ് കൂടുതലുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എയിം ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യാം, അത് പഠിക്കാം. ഇത് കിട്ടിയിട്ടും പോകാത്തവരെ എനിക്കറിയാം. എന്നാൽ ഇനി GST കസ്റ്റംസ് വരുമ്പോഴോ, ഇപ്പോൾ കസ്റ്റംസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പ്യുവർലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ യൂണിഫോം ഉള്ളത് കൊണ്ട് കുറച്ചുകൂടെ ചാമിങ് ആയിട്ട്, അത് എല്ലാവർക്കും അല്ല, കുറച്ച് ആൾക്കാർ, അതൊക്കെ ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കുറച്ച് എയർപോർട്ടിലൊക്കെ നൈറ്റൊക്കെ ചെയ്യണമെന്നുള്ളവർക്ക് എന്ത് ചെയ്യാം, നൈറ്റ് ചെയ്യാം. കുറച്ച് അഡ്വഞ്ചറസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ അടിയും വെടിയൊന്നും അല്ല, നോർമലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ കുറച്ച് നമ്മളുടെ ഇൻ്റലിജൻസ് കാര്യങ്ങൾ, നമുക്ക് കുറച്ച് പവർ, നമ്മൾ നല്ല രീതിയിൽ പവർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ കുറച്ച് ഹെക്റ്റിക് ആവാൻ ചാൻസ് ഉണ്ട് ചില സമയങ്ങളിൽ, ചില സ്ഥലങ്ങളിൽ. എപ്പോഴും ഒരേ സ്ഥലത്തായിരിക്കത്തില്ല പോസ്റ്റിങ്. അപ്പോൾ അതൊക്കെ മൈൻഡിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം, കസ്റ്റംസ് എടുക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ GST എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം, അവർക്കും എയർപോർട്ടിൽ വർക്ക് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. അവർക്ക് ഫയൽ വർക്ക് ആയിരിക്കും കൂടുതൽ എന്ന് പറയുന്നത്. കസ്റ്റംസിനെ അപേക്ഷിച്ച് കൂടുതൽ ഫയൽ വർക്കുകളായിരിക്കും കൂടുതൽ പഠിക്കേണ്ടി വരും. എന്നാൽ GSTയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡൈവേഴ്സിഫിക്കേഷൻ നമുക്ക് കാണാൻ പറ്റും. അവർക്ക് എയർപോർട്ടിലും വർക്ക് ചെയ്യാം, കസ്റ്റംസ് ആയിട്ട് എയർപോർട്ടുകളിൽ വർക്ക് ചെയ്യാം എന്നുള്ളൊരു പ്രിവിലേജുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, GST ഡിപ്പാർട്ട്മെൻറ്റ് തിരഞ്ഞെടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളെ എന്ത് ചെയ്യുന്നതാണ്, ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. പിന്നെ ജീവിതകാലം മുഴുവൻ കേരളത്തിൽ നിൽക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ ജീവിതകാലം മുഴുവൻ കേരളത്തിൽ നിൽക്കാനുള്ള ഒരു പ്രൊവിഷൻ ഇല്ല. അതൊരു CGL ലെവലിൽ കിട്ടുന്ന പോസ്റ്റുകളും ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ നമുക്ക് പോസ്റ്റൽ അസിസ്റ്റൻ്റ് ഒക്കെ കാണും. അപ്പോൾ ഇവിടെ ഇൻസ്പെക്ടർ ലെവലിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഇൻസ്പെക്ടറായിട്ട് അടുത്ത പ്രൊമോഷൻ ഇപ്പോൾ CBICയിലാണെങ്കിൽ സൂപ്രണ്ട് ആവുന്നത്. എന്നാൽ CBIC നമ്മുടെ CBDT ഇൻകം ടാക്സിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ITO ആവും, ഇൻകം ടാക്സ് ഓഫീസറാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ IRS ഗ്രേഡറിലോട്ട് നിങ്ങൾ പ്രൊമോഷൻ ആവുന്ന സമയത്ത്, അസിസ്റ്റൻറ്റ് കമ്മീഷൻ ആവുന്ന സമയത്ത് എന്താവും, ഓൾ ഇന്ത്യ ട്രാൻസ്ഫർ ലയബിലിറ്റി ആണ്. അതായത് നിങ്ങൾക്ക് അതൊരു നോർമലി 15 to 20 വർഷം കഴിയുമ്പോഴേ നടക്കത്തുള്ളൂ. അപ്പോൾ അതുവരെ നിങ്ങൾക്ക് കേരളത്തിൽ സേഫാണ്, ഒരിക്കലും കമ്മീഷണറേറ്റ് ട്രാൻസ്ഫർ ഒന്നും നടക്കത്തില്ല. പക്ഷെ അത് കഴിഞ്ഞ് എന്താണ്, ഓൾ ഇന്ത്യ ലയബിലിറ്റി വരുന്നത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, പുറത്ത് പോയിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. പിന്നെ തിരിച്ചു വരാൻ പറ്റും, പക്ഷേ പുറത്ത് പോകാൻ പറ്റില്ല, ജീവിതകാലം മുഴുവൻ കേരളത്തിലായിരിക്കും എന്നുള്ളൊരു നിബന്ധനയില്ല. കുറേ പേര് എന്ത് ചെയ്യുന്നുണ്ട്, പുറത്ത് പോവേണ്ടി വരുന്നുണ്ട്. അത് എപ്പോഴാണ്, നമ്മൾ 2 പ്രൊമോഷൻ, അതായത് നമ്മൾ IRS ഗ്രൂപ്പ് എയിലോട്ട് മാറുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. അത് തിരിച്ചു വരാനും പറ്റുന്ന കേസാണ്. അങ്ങനെ പുറത്ത് പോകണമെന്നുമില്ല, അകത്ത് തന്നെ പിന്നെ കിട്ടാനും ചാൻസ് ഉണ്ട്. ഇതാണ് നമ്മുടെ പോസ്റ്റിങ്ങിൻ്റെ കാര്യം. പിന്നെ ആ ഒരു സ്ട്രെസ്സിൻ്റെ കാര്യം പറഞ്ഞത്, നിങ്ങൾ എന്ത് ചെയ്യാം, ഒരിക്കലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് അങ്ങനെ കയറി സ്ട്രെസ്, അപ്പോൾ അത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യം, ഇൻ്റലിജൻസ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് എന്താവത്തില്ല, അത് സ്ട്രെസ്ഫുൾ ആയിട്ട് തോന്നത്തില്ല. ഫയൽ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റില്ല. ഇഷ്ടമെന്ന് പറഞ്ഞാൽ മാനേജ് ചെയ്യാൻ പറ്റണം. ഒരിക്കലും ഒരാൾക്കും ഇഷ്ടമാവണമെന്നില്ല. അപ്പോൾ അത് മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതെന്താണ്, അത് നിങ്ങൾക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ജോലിയായിരിക്കും. ഓക്കെ, എന്നാലും ഗവൺമെൻറ് ജോലിയുടെ ഒരു ഫ്ലെക്സിബിലിറ്റി അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. പിന്നെ എൻഫോഴ്സ്മെൻറ്റ് ഓഫീസറും നമ്മുടെ EDയിലുള്ളത് ഇതാണ്, ED സബ് ഇൻസ്പെക്ടർ CBI. ഇപ്പോൾ ഇത് കേരളത്തിൽ നിൽക്കാൻ പറ്റത്തില്ല, 3 വർഷം കൂടുമ്പോൾ ട്രാൻസ്ഫർ ഉണ്ട്. കേരളത്തിൽ അത്രയും നാളൊക്കെ നിൽക്കാൻ പറ്റത്തുള്ളൂ. അതും കേരളത്തിൽ കിട്ടണമെന്നൊന്നും നിർബന്ധമില്ല. പക്ഷെ അത്യാവശ്യം ഈ ജോലികളെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഹെക്റ്റിക്കാണ് ഈ 2 ജോലികളും. ഹെക്റ്റിക് എന്ന് പറഞ്ഞാൽ വർക്ക് ലോഡ് അത്യാവശ്യമുണ്ട്. പക്ഷേ പവറിൻ്റെ കാര്യത്തിലും പ്രൊമോഷൻ്റെ കാര്യത്തിലും ED എന്ന് പറയുന്നത് വളരെ ഫാർ ബെറ്റർ ആണ്. വളരെ കുറച്ച് ആൾക്കാർക്കേ അത് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ഹൈ റാങ്ക് വേണ്ടുന്നതാണ്. പക്ഷെ അത് ഈ ജോലികൾ പോലെയല്ല, അത്യാവശ്യം വർക്ക് ഉണ്ട്. പിന്നെ CBI എന്നുള്ള പോസ്റ്റുകൾ നമ്മുടെ സേതുരാമയ്യർ CBI ഒക്കെ കണ്ടിട്ട് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഒരു റിയാലിറ്റി മനസ്സിലാക്കുക, അത് അത്യാവശ്യം ഞാൻ ജോലി ചെയ്തവരെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അവർ പറയുന്ന ഇത് വെച്ചിട്ട് നമ്മളിപ്പോൾ ഡൽഹിയിലൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ പോലീസുകാർ IPSകാരുടെ അടിയിലായിരിക്കണം, നമ്മൾ ഒരു പോലീസിൻ്റെ വിങ് പോലെ തന്നെയാണ്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, അത്യാവശ്യം നല്ല രീതിയിൽ വർക്കുകളും കാര്യങ്ങളും കുറച്ച് സ്ട്രെസ്സുകളും കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അത് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണമെന്നില്ല. അതും എന്ത് ചെയ്യും, പേഴ്സൺ ടു പേഴ്സൺ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് ജനറലായിട്ട് നമ്മുടെ ഈ പോസ്റ്റുകളെ പറ്റി ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വേണമെങ്കിലും ചെയ്യാം. പിന്നെ നമ്മൾക്ക് ഉള്ളത് ബാക്കിയെല്ലാം സ്ട്രെസ്സൊക്കെ ഓക്കെയാണ്, നിങ്ങൾക്ക് ബാക്കിയൊക്കെ എന്ത് ചെയ്യാവുന്നതാണ്, മാനേജ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ഈ ഇൻസ്പെക്ടർ പോസ്റ്റുകളിലാണ് ചോദിക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് മെയിനായിട്ടും ഇതിനകത്ത് വരുന്നത് അത്യാവശ്യം 113 പേജുള്ളൊരു PDF ആണ് ഇവർ തന്നിട്ടുള്ളത്. അപ്പോൾ പോസ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഇതൊന്നും വല്ല പ്രശ്നമല്ല, ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സിൻ്റെ കാര്യമൊക്കെ പറയാം. ഇനി നമുക്കുള്ളത് ഓക്കെ, ഇതൊന്നും കുഴപ്പമില്ല. വേക്കൻസീസ് പറയുന്നത് എത്രയാണ്, അപ്രോക്സിമേറ്റ്ലി 14,000. അതായത് ആദ്യത്തെ നമ്മുടെ CGL 2022 37,000 സംതിങ് വേക്കൻസി ഉണ്ടായിരുന്നു. എനിക്കൊന്ന് 3ാമത്തെ വലിയ വേക്കൻസിയാണ്. ഏതൊരു സമയത്ത് 18,000 സംതിങ് ഇല്ലായിരുന്നു. ഇത് ഇനിയും കൂടാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ കറക്റ്റായിട്ടെല്ലാം കിട്ടിയിട്ടില്ല, ഇതിലും കൂടാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്.
പിന്നെ മെയിനായിട്ടുള്ളത് നാഷണാലിറ്റി ഒന്നും കുഴപ്പമില്ല. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നതാണ് ഈ ഏജ് ലിമിറ്റ്. അപ്പോൾ അതായത് 1/8 നമ്മുടെ ഓഗസ്റ്റ് വെച്ചാണ് ഇവർ എന്ത് ചെയ്യുന്നത് കണക്കാക്കുന്നത്. അവരുടെ ഒരു ഏകകം അല്ലെങ്കിൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, 1 ഓഗസ്റ്റ് വെച്ചാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് പോസ്റ്റുകളുണ്ട്. ഇത് ജനറൽ അൺറിസർവ്ഡ് കാറ്റഗറിയുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ജനറൽ ആൾക്കാർക്ക് 18 മുതൽ 27 വരെയുള്ള പോസ്റ്റുകൾ നമ്മൾ കണ്ടല്ലോ. പോസ്റ്റൽ അസിസ്റ്റൻറ്റും ടാക്സ് അസിസ്റ്റൻറ്റും ഒക്കെ കണ്ടല്ലോ. അപ്പോൾ 18 മുതൽ 27 വരെ വയസ്സ് പ്രായമുള്ള അല്ലെങ്കിൽ ക്വാളിഫിക്കേഷനുള്ള പോസ്റ്റുകളുടെ ആൾക്കാർ അവരെന്താണ് 1998 ഈ ഒരു ഡേറ്റിന് മുന്നേ 2/8 മുന്നേ ജനിച്ചവരാവരുത്. എന്നാൽ 1/8/2007 കഴിഞ്ഞും ജനിച്ചവരാവരുത്. ഇപ്പം ക്ലിയർ ആയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി ആർക്കും ഒരു ഡൗട്ട് ഉണ്ടാവരുത്, എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഇത്രയാണ്, എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുമായിട്ട് എന്ത് ചെയ്യാം, മാച്ച് ചെയ്ത് നോക്കാം. ഇതിന് മുന്നേ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഇനി 20-നും 30-നും ഇടയ്ക്ക് ആണ് നിങ്ങളുടെ വയസ്സ്, അല്ലെങ്കിൽ ആ ഒരു വയസ്സല്ല, 20-നും 30-നും ഇടയ്ക്കാണ് ഉള്ള പോസ്റ്റുകളാണ് നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾ ജനറൽ ആണെങ്കിൽ എന്താണ്, നിങ്ങൾ ഒരിക്കലും 1995 ഓഗസ്റ്റ് 2-ന് മുന്നേ ജനിച്ചവരാവരുത്. 1/8/2005 ശേഷം ജനിച്ചവരും ആവരുത്. 18-30 18-നും 30-നും ആണെങ്കിൽ എന്താ, ഇത് സെയിം തന്നെ, ഇത് 2007 ആവും. 18-നും 32 നമ്മുടെ JS ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ മാക്സിമം 2/8/93-ന് മുന്നേ ജനിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എഴുതാൻ പറ്റത്തില്ല. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത്, ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ഇതിന് മുന്നത്തുള്ള ഡേറ്റ് ഓഫ് ബർത്താണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇനി നിങ്ങൾക്ക് എക്സാം എഴുതിയിട്ട് പിന്നെ കാര്യമില്ല, ജോലി കിട്ടണമെന്നില്ല. നിങ്ങൾക്ക് വയസ്സ് കുറവുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് എഴുതി നോക്കാം, തെറ്റായിട്ട് കൊടുത്താലും പിന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ഏജ് ലിമിറ്റ്. ഇനി നിങ്ങൾ SC/ST ആണെങ്കിൽ ഇതിൽ നിന്നും ഇപ്പോൾ 1995 ഇവിടെ എഴുതിയിരിക്കുന്നതെങ്കിൽ 5 വർഷം ബാക്കിലോട്ട് എന്ത് ചെയ്യാൻ പോവാം, നിങ്ങൾ SC/ST ആണെങ്കിൽ. ഇവിടെ എല്ലാത്തിനകത്തുനിന്നും OBC ആണെങ്കിൽ 3 വർഷത്തെ ഇളവ് അവിടെ ലഭിക്കും. PWBD ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 10 വർഷത്തെ ഇളവ്, ഫിസിക്കലി അങ്ങനെയുള്ളവരാണെങ്കിൽ 10 വർഷത്തെ ഇളവ് ലഭിക്കും. അത് ഓരോന്നും OBCയിൽ SC/ST അതെല്ലാം ഉണ്ട്. എക്സ് സർവീസ്മാൻ ആണെങ്കിൽ 3 years ആഫ്റ്റർ ഡിഡക്ഷൻ ഓഫ് ദ മിലിറ്ററി സർവീസ് റെൻഡേഡ് ഫ്രം ആക്ച്വൽ ഏജ്. 1/8 ഇതിൽ നിന്ന് 3 വർഷത്തെ ഡിഡക്ഷൻ ഓഫ് മിലിറ്ററി സർവീസ്. അത് എത്ര, ആഫ്റ്റർ 3 years ആഫ്റ്റർ ഡിഡക്ഷൻ ഓഫ് മിലിറ്ററി സർവീസ് 3 years കിട്ടും. ആക്ച്വൽ ഏജിൽ നിന്ന് നമ്മുടെ സർവീസ് കുറച്ചിട്ട് 3 years കൂടെ എക്സ്ട്രാ കിട്ടും. യെസ്, അതൊന്നും അധികം നോക്കണ്ട, നിങ്ങൾ ബാക്കിയുള്ളത് നോക്കാം. ഓക്കെ, അഡീഷണൽ പെർമിഷൻ അതൊന്നും വേണ്ട. ഡേറ്റ് ഓഫ് ബർത്ത്, ഓൺലൈൻ സെയിം റെക്കോർഡിംഗ്, മെട്രിക്കുലേഷൻ. ഓക്കെ, എപ്പോഴും നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ആധാറിൻ്റെ കാര്യം ചോദിച്ചു, നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിലുള്ള കാര്യങ്ങൾ അതുപോലെ എന്ത് ചെയ്യുക, നിങ്ങൾ അപ്ലൈ ചെയ്യുക. ആധാറിൽ നമ്മുടെ അഡ്രസ്സ് മാറും, അത് കുഴപ്പമില്ല. അഡ്രസ്സ് നിങ്ങൾ കറക്റ്റ് SSLC സർട്ടിഫിക്കറ്റ് എന്താണോ ഉള്ളത് അത് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. വെരിഫിക്കേഷൻ സമയത്ത് നമ്മൾ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് ആയിട്ട് SSLC സർട്ടിഫിക്കറ്റിനെ എന്ത് ചെയ്യാറുണ്ട്, നോക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ മെയിനായിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. എക്സ് സർവീസ്മാൻ്റെ കാര്യം പറഞ്ഞു. യെസ്, ഇനി എന്താണ് മെയിനായിട്ടുള്ളത്, നിങ്ങളുടെ ആ ഒരു EWS സർട്ടിഫിക്കറ്റ്. അപ്പോൾ കാൻഡിഡേറ്റ് ഹു വിഷ് ടു ബി കൺസിഡർ അഗൈൻസ്റ്റ് റിസർവേഷൻ വേക്കൻസി, അവരെന്താ ചെയ്യേണ്ടത്, SC/STയുടെ ഒക്കെ സർട്ടിഫിക്കറ്റ്, സച്ച് സർട്ടിഫിക്കറ്റ് ആർ സോട്ട് ബൈ കൺസേൺഡ് ഇൻറ്റൻഡിങ് ഡിപ്പാർട്ട്മെന്റ് അറ്റ് ദ ടൈം ഓഫ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് നമ്മൾ ആ ഒരു സർട്ടിഫിക്കറ്റ്, നിങ്ങളിപ്പോൾ OBC ആണ്, EWS ആണ്, PWBD ആണ്, ESM ആണെന്നൊക്കെ പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, അതിൻ്റെ സർട്ടിഫിക്കറ്റ് കറക്റ്റ് ആയിരിക്കണം. ഫോർമാറ്റ് ഓഫ് ദ സർട്ടിഫിക്കറ്റ് ഈ ഒരു എക്സാമിനേഷൻ നോട്ടീസിൽ തന്നെ, ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, അതേ ഫോമിൽ തന്നെ നിങ്ങൾ എടുക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, അതർ ഫോർമാറ്റിലുള്ളത് റിജക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, യെസ്. ഇപ്പോൾ ഓക്കെ, കറക്റ്റായിട്ട് അത് കാണിക്കണമെന്ന് പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്കൊന്ന് വായിക്കാവുന്നതാണ്. ക്രൂഷ്യൽ ഡേറ്റ് റിസർവേഷൻ ഒന്നും സ്പെസിഫൈ ചെയ്യുന്നില്ല. വിൽ ബി ക്ലോസിംഗ് ഡേറ്റ്. ഓൺലൈൻ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്ന ആ ഒരു ടൈമായിട്ടാണ് ക്രൂഷ്യൽ ഡേറ്റ്, അതായത് ഈ ഒരു സർട്ടിഫിക്കറ്റിൻ്റെയൊക്കെ. അപ്പോൾ ക്രൂഷ്യൽ ഡേറ്റ് മസ്റ്റ് ഫോൾ അണ്ടർ ദ കാറ്റഗറീസ്. ആ സമയത്ത് നിങ്ങൾ എന്തായിരിക്കണം, ഈ കാറ്റഗറിയിൽ വരണം. അപ്പോയിൻമെന്റ് ഓൺ ദ ബേസ് ഓഫ് റിസർവേഷൻ EWS must ensure that he possesses the income asset certificate valid for the ഫൈനാൻഷ്യൽ ഇയർ 2025-26 ഇഷ്യൂഡ് ഓൺ ദ ബേസ് ഓഫ് ഇൻകം ഫോർ 2024-25 ബേസ് ചെയ്ത് 25-26 ആ ഒരു സർട്ടിഫിക്കറ്റ് വേണം. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോണം കേട്ടോ. യെസ്, അല്ലെങ്കിൽ അവസാനം അത് പ്രശ്നമാവും. അപ്പോൾ OBC സർട്ടിഫിക്കറ്റ് ആ ഒരു ക്രൂഷ്യൽ കട്ട് ഓഫ് ഡേറ്റ്, അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ അവസാനിക്കുന്ന ഡേറ്റിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം, എടുത്തിരിക്കണമെന്നേ ഉള്ളൂ. കാൻഡിഡേറ്റ് OBC കാൻഡിഡേറ്റ് വിൽ റിമെയിൻ പ്രൊവിഷണൽ വെരിഫിക്കേഷൻ ബൈ ദ അപ്പോയിൻമെന്റ് അതോറിറ്റി. അതായത് നിങ്ങൾക്ക് ജോലി കിട്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു, വെരിഫൈ ചെയ്യും. നിങ്ങളത് ബെറ്റർ നിങ്ങൾ എന്ത് ചെയ്യുക, എടുത്ത് വെച്ചേക്കുക. ഈ ഒരു ഡേറ്റിന് മുന്നേ, ആപ്ലിക്കേഷൻ തീരുന്ന ഡേറ്റിന് മുമ്പേ എടുത്ത് വെച്ചേക്കുക. ഇനിയിപ്പോൾ എന്തോ SSC സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രോബ്ലം അവിടെ കുറച്ച് ചാനൽസിൽ പറയുന്നത് കേട്ടു. അപ്പോൾ അത് എന്ത് ചെയ്യും, അവർ
ഉടനെ തന്നെ ശരിയാക്കുമെന്ന് വിശ്വസിക്കാം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം, ചിലപ്പോൾ EWS അല്ലാത്തവരായിരിക്കും, EWS അല്ലാതെ UR ആയവർ കാണും, അല്ലെങ്കിൽ UR നിന്ന് EWS അല്ലെങ്കിൽ OBC ആ ക്രീമി ലെയറിലൊക്കെ വന്നവർ കാണും. അപ്പോൾ അതൊക്കെ എഡിറ്റ് ചെയ്യാനുള്ള അവസരം അവർ തരുമെന്ന് തന്നെ വിചാരിക്കും. ഓക്കെ, ബാക്കി EWSൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്ക്രൈബിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. യെസ്, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം. പിന്നെ ഇതിനകത്ത് നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ JSOയ്ക്ക് വേണ്ടി മാത്സ് നിങ്ങൾ 10ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ +2ൽ 60% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് അപ്ലൈ ചെയ്യുന്നുണ്ടോ എന്ന് പറയേണ്ടി വരും. അത് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു പേപ്പറോടെ എക്സ്ട്രാ എഴുതേണ്ടി വരും. പക്ഷെ അത് വലിയ പാടുള്ളതെന്നല്ല, നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അത് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ എന്ത് ചെയ്യാം, അത് കൂടെ എഴുതിക്കൊള്ളുക. ഒരു 32 വയസ്സ് വരെ എഴുതാവുന്ന ജോലിയാണ്. എന്നാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2ന് നിങ്ങൾ എന്ത് ചെയ്യണം, കോളേജിൽ അല്ലെങ്കിൽ ഡിഗ്രിയിൽ നിങ്ങൾ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3യിൽ എന്ത് ചെയ്യണം, ഇത് പഠിച്ചിരിക്കണം. ഈ ഒരു ബാച്ചിലേഴ്സ് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഓൾ അതർ പോസ്റ്റ് ബാച്ചിലർ ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇക്വലന്റ്. ഇവിടെ ആരും പറയുന്നില്ല 60% മാർക്ക് വേണമെന്ന്, ഒന്നും പറയുന്നില്ല. നിങ്ങൾ ഡിഗ്രി പാസ്സായിരിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. ഇത് ഒരുപാട് പേരുടെ ഡൗട്ടാണ്, 60% മാർക്ക് വേണോ, എനിക്ക് മാർക്ക് കുറവാണ്, ഞാൻ ജസ്റ്റ് പാസ്സാണ്, എനിക്ക് ഈ ഒരു CGL എക്സാം എഴുതാൻ പറ്റുമോ? പറ്റും. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ബാച്ചിലേഴ്സ് ഡിഗ്രി വേണം, അതൊരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആയിരിക്കണം. ഇപ്പം നമ്മളെല്ലാവരും റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി തന്നെയാണ് ചെയ്യുന്നത് സാധാരണയായിട്ട്. അപ്പോൾ അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നുള്ളൊരു കാര്യം, നിങ്ങൾ ഫൈനൽ ഇയർ എക്സാമിനേഷന് അപ്പീഡ് ചെയ്തിട്ടുള്ളവരാണ്. ഡിഗ്രി ഓൾറെഡി കിട്ടിയവരാണെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ ഫൈനൽ ഇയർ എഴുതുന്നവരാണെങ്കിൽ 1/8/2025 മുന്നേ നിങ്ങളുടെ റിസൾട്ട് വന്നിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഡിഗ്രി റിസൾട്ട് വന്നിരിക്കണം. നിങ്ങൾ സർട്ടിഫിക്കറ്റ് പിന്നെ കിട്ടിയാലും മതി, കുഴപ്പമില്ല. പക്ഷേ റിസൾട്ട്, നിങ്ങളുടെ ഫൈനൽ റിസൾട്ട്, നിങ്ങൾ പാസ്സായി, നിങ്ങളെല്ലാ എക്സാമുകൾക്കും പാസ്സായി, ഡിഗ്രി നിങ്ങൾ ക്വാളിഫൈ ആയി എന്നുള്ള ആ ഒരു റിസൾട്ട് 1/8/25 മുന്നേ എന്ത് ചെയ്തിരിക്കണം, വന്നിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. സർട്ടിഫിക്കറ്റ് പിന്നെ വന്നാലും കുഴപ്പമില്ല. ആ ഒരു 2 ഡൗട്ടും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ അത് 2 സെറ്റാണ്. ഇതൊന്നും വലിയ കുഴപ്പമില്ല. UGC അതൊന്നും കുഴപ്പമില്ല. വിൽ ബി റിക്വയർഡ് റെലവൻറ്റ് സർട്ടിഫിക്കറ്റ്, മാർക്ക് ഷീറ്റ് എല്ലാം സെമസ്റ്ററിൻ്റെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് വായിച്ച് നോക്കുക. ഓക്കെ, be declared by the institute or university by the specific date. Mere processing of the result by university institute by the cut-off date does not fulfill the EQ. ഇവിടെ ഒരു പ്രശ്നം പറയുന്നത്, it is reiterated that the result of requisite educational qualification must have been declared by the institute or university by the specific date. ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അതായത് അവർ പറയുന്നു, ദാ സർട്ടിഫിക്കറ്റ് ഉണ്ടോ, ഡിക്ലറേഷൻ യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യണം, ആ ഡേറ്റിൽ പറയണമെന്നാണ്. ഈ റിസൾട്ട് ബൈ ദ യൂണിവേഴ്സിറ്റി ബൈ ദ കട്ട് ഓഫ് ഡേ ഡസ് നോട്ട് ഫുൾഫിൽ. പക്ഷേ ഇങ്ങനെ ഇല്ലാത്ത സംഭവങ്ങളും നടന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ആ ഒരു സർട്ടിഫിക്കറ്റിൽ ഡേറ്റ് കഴിഞ്ഞിട്ടാണെങ്കിലും റിസൾട്ട് നേരത്തെ വന്നെന്ന് പറഞ്ഞിട്ട് വെരിഫിക്കേഷൻ പാസ്സാക്കിയ ആൾക്കാരുണ്ട്. പക്ഷെ അതൊക്കെ എന്താണ്, പ്രൊഫഷണൽ, അതൊക്കെ അവരുടെ കയ്യിലാണ്. ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അതിനെ അനുസരിച്ചൊക്കെ ഇരിക്കും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, ഡിഗ്രി ഉള്ളവരാണ്, 1/8 മുമ്പ് നിങ്ങൾക്ക് റിസൾട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പരീക്ഷ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, അപ്ലൈ ചെയ്ത് ചെയ്യാവുന്നതാണ്. ഇനി ഹൗ ടു അപ്ലൈ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു 9ാമത്തെ ഒരു അത് നന്നായിട്ട് വായിച്ച് നോക്കി തന്നെ ചെയ്യുക. ssc.gov.in എന്ന് പറയുന്ന ആ ഒരു ആപ്ലിക്കേഷൻ, അതിലൂടെയാണ്, ഓൺലൈനിലൂടെയാണ്. മൈ SSC എന്ന് പറഞ്ഞ മൊബൈൽ ആപ്ലിക്കേഷനും ഉണ്ട്. ഇത് കുറച്ച് സ്ലോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അനശ്വർ 3 ആൻഡ് അനശ്വർ 4 ഓഫ് ദിസ് നോട്ടീസ്, അപ്പോൾ ഇത് താഴെ പറയുന്നുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ആ സൈറ്റൊക്കെ കാണിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളതൂടെ തുടക്കക്കാരായിട്ടുള്ളവർക്ക് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം പറയുന്നുണ്ട്. നോട്ടീസ് ആൻഡ് ഹൗ ടു ബി ജനറേറ്റ് ഓൺ ടൈം രജിസ്ട്രേഷൻ എന്ന ന്യൂ വെബ്സൈറ്റിൽ. എർലിയർ OTR ഓൾഡ് വെബ്സൈറ്റ് ചെയ്തവരായാലും ഇവിടെ ചെയ്യണം. ഓൺ ടൈം രജിസ്ട്രേഷന് ശേഷം കാൻഡിഡേറ്റ്, ഓൺ ടൈം രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് രജിസ്ട്രേഷനാണ്. ഇപ്പോൾ പുതുതായിട്ട് ചെയ്യുന്നവർക്കും എന്ത് ചെയ്യാം. ഇറ്റ് വിൽ കണ്ടിന്യൂ റിമെയിൻ വാലിഡ് ഫോർ ഓൾ എക്സാമിനേഷൻ. അപ്പോൾ അത് ഇതായിരിക്കും. അതെല്ലാം നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ പുതിയൊരു കാര്യം നമ്മൾ നേരത്തെ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ള എന്താണ്, ആധാർ ബേസ്ഡ് ഓതന്റിക്കേഷൻ ചെയ്യണം ഇൻ ടേംസ് ഓഫ് ആധാർ പോളിസി while completing their OTR process. Application of candidate Aadhaar will not be rejected on the ground of. ഇവിടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ചില സമയത്ത് ഫോട്ടോഗ്രാഫ്, നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നത് ക്ലിയർ അല്ല, അല്ലെങ്കിൽ സിഗ്നേച്ചർ ക്ലിയർ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യാറുണ്ട്. എന്നാൽ നിങ്ങൾ ആധാർ ഓതന്റിക്കേഷൻ ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യത്തില്ല, നിങ്ങളെ അങ്ങനെ റിജക്റ്റ് ചെയ്യത്തില്ല എന്ന് പറയുന്നുണ്ട്. ആധാറിൻ്റെ ഒരു കംപ്ലീറ്റ് വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ റീസെൻറ്റ് ഫോട്ടോഗ്രാഫ് വേണ്ടി വരും. എപ്പോൾ നമ്മളുടെ ആധാർ വെരിഫിക്കേഷൻ ചെയ്തില്ലെങ്കിൽ മറ്റേ അങ്ങനെ അല്ലാത്ത ആധാർ വെരിഫിക്കേഷൻ ചെയ്യാത്ത ആൾക്കാർക്ക് എന്ത് വേണ്ടി വരും, കളർ ഫോട്ടോഗ്രാഫും ഫോട്ടോ ID കാർഡും ഒക്കെ നമ്മൾ എക്സാമിനേഷൻ സമയത്ത് 2 മണിക്കൂർ മുമ്പേ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, പോകേണ്ടി വരും. ഓക്കെ കേട്ടോ. അപ്പോൾ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ കുറച്ചുണ്ട്. ഫോട്ടോ എടുക്കേണ്ട കണ്ടീഷനും കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, യെസ്. തന്നെ സ്കാൻ ഡിവൈസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം നോക്കുക. ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള കാര്യം പറഞ്ഞിട്ട് ഓൺലൈൻ പ്രിവ്യൂ പ്രിൻ്റ് ഓപ്ഷൻ നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്
സിഗ്നേച്ചറും ഫോട്ടോയും നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ കോപ്പി എടുത്ത് വെക്കണമെന്ന് പറഞ്ഞാൽ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഫീയുടെ കാര്യം പറഞ്ഞാൽ നമ്മുടെ വിമൺ, അതേപോലെ SC ST, PWBD, എക്സ് സർവീസ് മെൻ ഒന്നും ഇല്ല, ഫീ ഇല്ല. ബാക്കിയുള്ളവർക്കെല്ലാം 100 രൂപയുടെ ഫീ ആണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ലാസ്റ്റ് ഡേറ്റ് ഫീ പേയ്മെൻറ്റ് ഇതാണ്. ലാസ്റ്റ് ഡേറ്റ് വരെ ഒന്നും നിൽക്കരുത്, ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ 1-2 ആഴ്ചക്കകം എന്ത് ചെയ്യുക. അപ്പോൾ സ്റ്റാറ്റസ് ഓഫ് ആപ്ലിക്കേഷൻ ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം, പ്രിൻ്റ് ഔട്ട് ഫർദർ സ്റ്റാറ്റസ് ഓഫ് ഫീ പേയ്മെൻറ്റ് ക്യാൻ ബി വെരിഫൈ എഴുതുക. ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഫോർ നോട്ട് എക്സെപ്റ്റഡ് ഫ്രം ഫീ പേയ്മെൻറ്റ് മസ്റ്റ് എൻഷുർ ദാറ്റ് ഫീ ഹാസ് ബീൻ ഡെപ്പോസിറ്റ് SSC. ഇഫ് ദ ഫീ ഈസ് നോട്ട് റിസീവ്ഡ്, സ്റ്റാറ്റസ് എന്ത് ഇൻകംപ്ലീറ്റ് ആയിട്ട് കിടക്കും. കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, പേയ്മെൻറ്റ് സ്റ്റാറ്റസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് ലോഗിൻ സ്ക്രീനിൽ, അതൊക്കെ വായിച്ച് നോക്കി ചെയ്യുക. അപ്പോൾ ആപ്ലിക്കേഷൻ കറക്ഷൻ ചെയ്യാനുള്ള ടൈമും പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്കത് മാറ്റാം. അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സെൻറ്റേഴ്സ് നമുക്കുള്ളത് എവിടെയാണ്, നമ്മൾ സദേൺ റീജിയൻ ഒന്നുമല്ല, നമ്മൾ ഏതാണ്, സദേൺ റീജിയൻ വേറെ ഉണ്ട് അല്ലേ, മധ്യപ്രദേശ്, നോർത്തേൺ റീജിയൻ, സദേൺ റീജിയൻ അല്ല നമ്മുടെ ഉള്ളത്. അത് ശ്രദ്ധിച്ചോളാം. നമ്മൾ ഏതാണ്, KKR ആണ്, കേരള കർണാടക റീജിയൻ ആണ്. അപ്പോൾ ഇതിനകത്താണ് നമ്മളുടെ കേരള വരുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള സെൻറ്റേഴ്സാണ് നമുക്കിവിടെ കൊല്ലം, എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ, തിരുവനന്തപുരം, കണ്ണൂർ, കവരത്തി. അപ്പോൾ ഇത്രയാണ് സെൻറ്റേഴ്സ് വരുന്നത്. അപ്പോൾ നോർമലി ഫീമെയിൽസിനൊക്കെ എനിക്ക് അടുത്ത് കൊടുക്കാറുണ്ട്, പക്ഷേ ഈ ഒരു സൗത്ത് സൈഡിലുള്ള ആൾക്കാർക്ക് തന്നെ കിട്ടാറുണ്ട്. ചിലപ്പോൾ ദൂരെ പോകേണ്ടി വരും, ചിലപ്പോൾ വളരെ റെയറായിട്ടുള്ള കേസിലേ ഉള്ളൂ. അല്ലാത്തുള്ള സമയത്ത് നമ്മുടെ അടുത്ത് തന്നെ സെൻറ്റേഴ്സ് കിട്ടാറുണ്ട്. സെൻറ്റേഴ്സിനെ പറ്റി പറഞ്ഞു. ഓക്കെ, അപ്പോൾ 3 സെൻറ്റേഴ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻ കൊടുക്കുക. അത് പ്രയോറിറ്റി ബേസിൽ അവർ തരുന്നതെന്നാണ് പറയുന്നത്. ഇനി സ്കീം ഓഫ് എക്സാമിനേഷൻ എല്ലാം നേരത്തെ പോലെ തന്നെ, കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ Tier 1 ഉം Tier 2 ഉമാണ്. അപ്പോൾ മാർക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ഇതിലായതുകൊണ്ട് നോർമലൈസേഷൻ ഒരു പുതിയ നോർമലൈസ്ഡ് ഫോമുല വെച്ചാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യവും ഓൾറെഡി അവർ നേരത്തെ നോട്ടീസായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലൊന്നും കാര്യമില്ല, നോർമലൈസേഷനൊക്കെ അവർ നടത്തിക്കോളും. നമ്മൾ മാക്സിമം മാർക്ക് വാങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ ആൻസർ കീ ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നതായിരിക്കും, വെബ്സൈറ്റിൽ ഇടുന്നതായിരിക്കും. PSC പോലെയല്ല, നമുക്ക് ആൻസർ കീ കാണാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും തെറ്റ്, നമുക്ക് എന്തെങ്കിലും റെപ്രസെൻറ്റേഷൻ ഉണ്ടെങ്കിൽ 100 പേർ ക്വസ്റ്റിന് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അതൊക്കെ പിന്നത്തെ കാര്യമാണ്. ഷെഡ്യൂളിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ TCS ആണോ എക്സാം നടത്തുന്നതെന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. TCS മാറിയിട്ടില്ല. അപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി 100% TCS തന്നെ ആയിരിക്കും എന്നിന്ന് എക്സാം നടത്തുന്നത്. കുറച്ച് ചിലപ്പോൾ സ്റ്റാൻഡേർഡ് കൂടാൻ ചാൻസ് ഉണ്ട്, കഴിഞ്ഞ വർഷമിലെ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ട്. അപ്പോൾ നിങ്ങളുടെ മാക്സിമം പഠിക്കുക. സ്കീം ഓഫ് Tier 1. ഒരു മിനിറ്റ് വെള്ളം കുടിക്കട്ടെ. അപ്പോൾ പ്രിലിംസ് 200 മാർക്കിനാണ്. റീസണിങ്, GK, മാത്സ്, ഇംഗ്ലീഷ്. അപ്പോൾ ഇതിൽ മാക്സിമം ഈ ഇൻ്റലിജൻസും ആപ്റ്റിറ്റ്യൂഡും ഇംഗ്ലീഷ് മാക്സിമം മാർക്ക് വാങ്ങാൻ നോക്കുക. ജനറൽ അവയർസ് 25+ അല്ലെങ്കിൽ 30 മാർക്ക് വാങ്ങാൻ നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. മാക്സിമം നിങ്ങൾ ചെയ്യാൻ പറ്റുന്നത്രയും നന്നായിട്ട് പഠിച്ച് ചെയ്യുക. എന്നിട്ട് ഇത് ക്വാളിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ, അതായത് കട്ട് ഓഫ് ക്ലിയർ ചെയ്യണമെന്നുള്ളൂ. നിങ്ങളിത് ഫൈനൽ മെറിറ്റിൽ കൂടുതല, പക്ഷേ കട്ട് ഓഫ് പോകുന്ന പോക്ക് കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം, മാതിരി പഠിക്കേണ്ടി വരും. അതുകൊണ്ട് സീരിയസ് ആയിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കും. അപ്പോൾ ഇതിങ്ങനെയാണ് സ്കീം ഇതെന്ന് പറയുന്നത്. ഫസ്റ്റ് ഇതിലെ ഒബ്ജക്റ്റീവ് ടൈപ്പാണ്, ഇംഗ്ലീഷിലും ഹിന്ദിയിലും എഴുതാം. നെഗറ്റീവ് മാർക്കിൽ 0.5 വെച്ചാണ്. ഇപ്പോൾ സ്കീം 2 എന്ന് പറയുമ്പോൾ എന്താണ്, അതായത് മെയിൻസ് ആണ്. മെയിൻസിൽ Tier 2 സ്കീം എന്ന് പറഞ്ഞാൽ എന്താണ്, സെക്ഷൻ 1 മാത്സും റീസണിങ്ങും ഉണ്ട്. 60 മിനിറ്റിൽ 60 ക്വസ്റ്റ്യൻ ചെയ്യണം. ചലഞ്ചിങ് ആണ്. ഒരു സെക്ഷൻ 2 ഇംഗ്ലീഷും GK ആണ്. ക്വസ്റ്റ്യൻ്റെ നമ്പർ ശ്രദ്ധിച്ചോളാം. സെക്കൻഡ് ടിയറിൽ ഇംഗ്ലീഷും GKയും വളരെയധികം റോള് വഹിക്കുന്നുണ്ട്. പിന്നെ കമ്പ്യൂട്ടർ നോളജ്, കമ്പ്യൂട്ടറിനെ പറ്റിയുള്ള ടെസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ ഡേറ്റ ആൻഡ് സ്പീഡ് ടെസ്റ്റ്, ടൈപ്പിംഗ് ഉണ്ട്. 2000 keywords ആണ് ഉള്ളത് 15 മിനിറ്റിൽ. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് എവിടെയാണ്, JSO പോസ്റ്റിന് ഒരു പേപ്പർ 2 കൂടെ ഉണ്ട്. അതെല്ലാവരും എഴുതണമെന്നില്ല. അത് ആ ഒരു എക്സാം, ആ ഒരു പോസ്റ്റ് വേണമെന്നുള്ളവർ അതിൻ്റെ കട്ട് ഓഫ് ക്ലിയർ ചെയ്തവർ ചെയ്താൽ മതി. അതൊക്കെ പ്രിലിംസ് കഴിഞ്ഞിട്ട് റിസൾട്ട് വരുമ്പോഴാണ്. Tier 2 പേപ്പർ 1 പേപ്പർ 2 ഉണ്ട്. പേപ്പർ 1 കമ്പൾസറി ആണ്. പേപ്പർ 2 എന്താണ്, JSOയ്ക്ക് വേണ്ടിയാണ്. അതിൻ്റെയൊക്കെ ഷോർട്ട് ലിസ്റ്റഡ് ഇൻ പ്രിലിംസ്. ഇനി സെക്ഷൻ 1 കാര്യങ്ങളും എല്ലാം ഇത് ഒന്നുകൂടെ എടുത്ത് പറഞ്ഞിരിക്കുവാണ്. പിന്നെ പേപ്പർ 1 കാര്യം പറഞ്ഞു, സെക്ഷൻ 1 അതെല്ലാം പറഞ്ഞു. ആഫ്റ്റർ കംപ്ലീഷൻ സെക്ഷൻ 1 ഇത് നടത്തും. ഇതെല്ലാം പ്രീവിയസ് പണ്ട് നടക്കുന്നവർ തന്നെയാണ്. സെക്ഷൻ 2 അത് നമുക്ക് എന്ത് ചെയ്യാം, മെയിൻസിൻ്റെ സമയത്ത് പറയാം. സെക്ഷൻ ഓഫ് പേപ്പർ 1 സെപ്പറേറ്റ്, രണ്ടും എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് ക്വാളിഫൈ ചെയ്യണമെന്ന് പറയുന്നു. ഓക്കെ, അതിൻ്റെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്, ഒന്നും കുഴപ്പമില്ല. സെക്ഷൻ 3 നമ്മുടെ കമ്പ്യൂട്ടർ നോളജ് ക്വാളിഫയിങ് നേച്ചറാണ്. ഇവിടെ നോക്കിയേ, കമ്പ്യൂട്ടർ പ്രൊഫഷൻസി, അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, MEA, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, AFHQ, ആർമിയിൽ ഫോഴ്സിൽ, അസിസ്റ്റന്റ് ഇൻ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്, മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്, അസിസ്റ്റന്റ് ഇൻ മിനിസ്ട്രി ഓഫ് മൈൻസ്, അസിസ്റ്റന്റ് ഇൻ ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്, ഇൻസ്പെക്ടർ നമ്മുടെ എക്സൈസ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ GST ഇൻസ്പെക്ടർ, ഇൻസ്പെക്ടർ കസ്റ്റംസ്, ഇൻസ്പെക്ടർ എക്സാമിനർ, എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് ഇൻ CBIC ആൻഡ് പോസ്റ്റൽ അസിസ്റ്റന്റ് സോർട്ടിംഗ് അസിസ്റ്റന്റ് എന്ത് ചെയ്യണം, ഇവരെന്ത് ചെയ്യണം, ഹയർ ക്വാളിഫയിങ് സ്റ്റാൻഡേർഡ് കമ്പ്യൂട്ടറിന് എന്ത് ചെയ്യണം, നേരത്തെ സാധാരണ നോർമൽ ഉള്ളതിനേക്കാളും കൂടുതൽ മാർക്ക് വാങ്ങണമെന്ന് പറയുന്നു. അവർ മാർക്ക് പറയുന്നില്ല, അത്
ആ സമയത്ത് ക്വാളിഫയിങ് മാർക്ക് അത്യാവശ്യം എന്ത് ചെയ്യാം മാർക്ക് വാങ്ങേണ്ടി വരും. 20 ക്വസ്റ്റ്യനിൽ 6 ക്വസ്റ്റ്യനിൽ 18 കൂടുതൽ മാർക്ക് വാങ്ങേണ്ടി വരും. 30% കൂടുതൽ വാങ്ങേണ്ടി വരും. ഇനി സെക്ഷൻ 4 നമ്മുടെ എന്താണ് ഡേറ്റ ആൻഡ് സ്പീഡ് ടൈപ്പിംഗ് ആണ്. ഇപ്പോൾ ടൈപ്പിംഗ് എങ്ങനെ പഠിക്കണം എന്നൊക്കെയുള്ള വീഡിയോ എന്തിട്ടുണ്ട്, ടൈപ്പിംഗ് എങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. ഇപ്പം നിങ്ങൾ പ്രിലിംസ് പഠിച്ചു തുടങ്ങുന്നതാണെങ്കിൽ ടൈപ്പിങ്ങിന് വേണ്ടി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പ്രിലിംസ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാവുന്നതാണ്. അതിൻ്റെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സിലബസ് ഇൻഡിക്കേറ്റഡ് സിലബസിലൊന്നും ചെയ്തില്ല. ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങും ഇപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട്. GK അതിനകത്ത് കറക്റ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതൊക്കെ ഒരു വർഷത്തെ മുന്നേ വരെ പഠിക്കാം, 1.5 വർഷം വരെ പഠിക്കാം. അതൊക്കെ ഞാൻ സ്ട്രാറ്റജി വീഡിയോയിൽ പറയാം. ഇനി മാത്സിൻ്റെ കാര്യം, മാത്സിനും വലിയ വ്യത്യാസമൊന്നുമില്ല, എല്ലാം നമ്മുടെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെയൊക്കെ കുറച്ച് ആംഗിൾ സബ്റ്റൻഡ് കോഴ്സ് ഓഫ് സർക്കിൾ അങ്ങനെയൊക്കെ പറയുന്നത് നമ്മൾ പഠിച്ച നമ്മുടെ സിലബസ് തന്നെയാണ്. ഓക്കെ, ഇംഗ്ലീഷും അതൊക്കെ തന്നെയാണ്. പിന്നെ മാത്സ് നമ്മുടെ മെയിൻസിനും എല്ലാം ജോമെട്രിയും മെൻസുറേഷനും സ്റ്റാറ്റിസ്റ്റിക്സും പ്രോബബിലിറ്റി എല്ലാം ഉണ്ട്. റീസണിങ്ങിൻ്റെ കാര്യം പറയുന്നുണ്ട്, ഇംഗ്ലീഷിൻ്റെ കാര്യം പറയുന്നുണ്ട്, നമ്മുടെ കമ്പ്യൂട്ടർ നോളജിൻ്റെ സിലബസ് പറയുന്നുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ സിലബസ് പറയുന്നുണ്ട്, എല്ലാത്തിൻ്റെ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് പറയുന്നുണ്ട്. അഡ്മിഷൻ ടു ദ എക്സാമിനേഷൻ അതെല്ലാം പറയുന്നുണ്ട്. ഇതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോർമലായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. 10 ദിവസം മുമ്പേ കിട്ടും, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇനി ആധാർ ബേസ്ഡ് ഓതൻറ്റിക്കേഷൻ ചെയ്യാത്തവർ 2 മണിക്കൂർ മുന്നെങ്കിലും ചെയ്യണമെന്ന് പറയുന്നു. ആധാർ ബേസ്ഡ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആധാർ നമ്പർ കൊടുത്ത് മൊബൈൽ നമ്പറിൽ നിന്ന് OTP കൊടുത്ത് എന്ത് ചെയ്യുക, അത് വെരിഫിക്കേഷൻ ചെയ്ത് വെക്കുക. അതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെന്താ ഉള്ളത്, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ നമ്മൾ എവിടെയാണ്, യൂസർ ഡിപ്പാർട്ട്മെൻറ്റ്, നമുക്ക് ജോലി കിട്ടുന്ന ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കും നടത്തുന്നത്. ഓക്കെ, പണ്ടൊക്കെ നമ്മൾ അല്ലാതെ പോകണമായിരുന്നു, അപ്പോൾ അങ്ങനെയല്ല. ഡിപ്പാർട്ട്മെൻറ്റ് ബി ടേക്കൺ ഫ്രം ദ കാൻഡിഡേറ്റ്സ് ഓൺലൈൻ ഓപ്ഷൻ ഫോം. അപ്പോൾ റിസൾട്ട് വന്നതിന് ശേഷം എന്ത് ചെയ്യും, ആഫ്റ്റർ ഡിക്ലറേഷൻ ബിഫോർ ഫൈനൽ റിസൾട്ടിന് മുന്നേ എന്ത് ചെയ്യും, അവർ ഏത് പോസ്റ്റാണ് നമുക്ക് വേണ്ടത് എന്നുള്ള ഒരു പ്രിഫറൻസ് ഒക്കെ ചോദിക്കും. അത് നമ്മുടെ മാർക്ക് അതിലുണ്ടെങ്കിൽ. ഓക്കെ, പിന്നെന്താ ഉള്ളത്, സ്പെസിഫിക് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് വേണ്ടുന്ന കുറേ പേരുടെ ഡൗട്ടാണ്, ഇമ്പോർട്ടൻ്റ് പോയിന്റ്. ഫിസിക്കൽ സ്റ്റാൻഡേർഡ് വേണ്ടുന്ന പോസ്റ്റുകൾ നമ്മുടെ CBICയിലെ അല്ലെങ്കിൽ GST ഇൻസ്പെക്ടർ, എക്സാമിനർ നമ്മുടെ CBICയിലെ, കസ്റ്റംസിലെ പ്രിവെൻറ്റീവ് ഓഫീസർ, ഇൻസ്പെക്ടർ നർക്കോട്ടിക്സിലെ ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ നർക്കോട്ടിക്സിലെ മിനിസ്ട്രി ഓഫ് ഫൈനാൻസിലെ, സബ് ഇൻസ്പെക്ടർ NCBയിലെ, സബ് ഇൻസ്പെക്ടർ CBIയിലെ, സബ് ഇൻസ്പെക്ടർ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, ഈ പോസ്റ്റ് ഇൻ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ. ഇപ്പോൾ ഇത്രയും പോസ്റ്റുകൾക്കാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് മെയിനായിട്ടുള്ളത് ഏതാണ്, GST ഇൻസ്പെക്ടറും കസ്റ്റംസ് ഇൻസ്പെക്ടറും അതുപോലെ കസ്റ്റംസിലെ എക്സാമിനറും പിന്നെ CBIയും. അവർക്കൊക്കെ എന്ത് വേണം, ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ വലിയ പാടുള്ളതൊന്നും അല്ല. ഫിസിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആർമി ലെവലിലൊന്നും അല്ല, നോർമലായിട്ടുള്ളതാണ്. അതൊക്കെ അനുഷർ ഇതിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് നിങ്ങൾ അത് ചെയ്തിരിക്കണം എന്ന് പറയുന്നു. കാരണം അത് നമുക്കിപ്പോൾ അതിൽ സെലക്ട് ആയി എന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഫിസിക്കൽ ഔട്ട് ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്, 0% തന്നെ പറയാം. ഹൈറ്റ് ഒന്നുമില്ല, ഹൈറ്റിൻ്റെ കാര്യമൊക്കെ നോക്കി വെച്ചേക്കണം. ബാക്കി ഫിസിക്കൽ ടെസ്റ്റുകളിലോ ഒന്നിനും നിങ്ങൾ എന്ത് ചെയ്യത്തില്ല, ഫെയിൽ ആകത്തില്ല. മെഡിക്കലിലൊന്നും ഫെയിൽ ആയ ആൾക്കാർ വളരെ കുറവാണ്, അത് ശ്രദ്ധിച്ചോളാം. അപ്പോൾ കോപ്പീസ് നമ്മൾ ആ ഒരു ഡോക്യുമെൻറ്റ് വരിക സമയത്ത് നമ്മുടെ 10ലെ സർട്ടിഫിക്കറ്റ്, ക്വാളിഫിക്കേഷൻ ഇതൊക്കെ നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്. അതൊക്കെ പിന്നത്തെ കാര്യമാണ്. മോഡ് ഓഫ് സെലക്ഷൻ ഇതൊന്നും വേണ്ട, മിനിമം ക്വാളിഫൈ മാർക്കൊന്നുമില്ല. അതൊന്നും എന്തെല്ലാം 30% മാർക്ക് പഠിക്കാനൊന്നും നിങ്ങൾക്ക് ക്വാളിഫൈ ആവാൻ പറ്റത്തില്ല. അത് കട്ട് ഓഫ് ക്ലിയർ ചെയ്താലേ പറ്റത്തുള്ളൂ. അതിലവിടെ പ്രസക്തിയില്ല, ക്വാളിഫൈ ചെയ്യണം. അതൊക്കെ പറയുന്നുണ്ട്. പോസിബിൾ ഫ്രണ്ട്സ് കാര്യം പറയുന്നുണ്ട്. പിന്നെ ഓവറോൾ പെർഫോമൻസ് ഇൻ കാൻഡിഡേറ്റ്സ് ഇൻ മെയിൻസ് ഉണ്ട്. മെയിൻസിലെ മാത്രം പെർഫോമൻസ് വെച്ചാണ് എന്ത് ചെയ്യുന്നത് അവർ നോക്കുന്നത്. ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ വായിച്ച് നോക്കാം. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുന്നത് നല്ലതായിട്ടിരിക്കും. പിന്നെ ടൈ കേസിൽ ഉള്ള കാര്യം പറയുന്നുണ്ട്. അതൊക്കെ വളരെ റെയർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. മാൽ പ്രാക്ടീസിൻ്റെ ഓരോ ശിക്ഷകളൊക്കെ പറയുന്നുണ്ട്. ഡിസ്റ്റൻ്റ് കാര്യം പറയുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ പുതുതായിട്ട് വന്നതാണെന്ന് തോന്നുന്നു. എല്ലാം ഗോ ത്രൂ ഓൺലൈൻ ഇൻസ്ട്രക്ഷനെല്ലാം കെയർഫുള്ളി പോകണം. അപ്പോൾ ആ കാര്യങ്ങളും എല്ലാ ഫോട്ടോഗ്രാഫിൻ്റെയും എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ജസ്റ്റ് ഇതെല്ലാം ഒന്ന് വായിച്ച് നോക്കുന്നത്, നിങ്ങളെല്ലാം എന്തായാലും അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ ഒന്ന് വായിച്ച് നോക്കുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ താഴോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഓരോ സർട്ടിഫിക്കറ്റ് പറയുന്നുണ്ട്, ഓരോ എക്സാമിനേഷൻ്റെ സ്ക്രൈബിൻ്റെ അത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ മെയിനായിട്ട് നമുക്കുള്ളത് ഓൺലൈൻ ആപ്ലിക്കേഷൻ എങ്ങനെ അപ്ലൈ ചെയ്യുക എല്ലാം ഇതവിടെ പറയുന്നുണ്ട്. അതിനുശേഷം ആധാർ ബേസ്ഡ് ഓതൻറ്റിക്കേഷൻ ഇപ്പോൾ എക്സാമിനേഷൻ ഉണ്ട്. OTR ഓൺലൈൻ രജിസ്ട്രേഷൻ സമയത്ത് എന്ത് ചെയ്യണം, നിങ്ങളത് സെലക്ട് ചെയ്യണം. കാൻഡിഡേറ്റ്സ് ഹു ഡു നോട്ട് വാണ്ട് ടു ഓതൻറ്റിക്കേറ്റ് ടു ആധാർ ബേസ്ഡ് ആർ റിക്വയർഡ് ടു അപ്ലോഡ് ദ ഡോക്യുമെൻറ്റ്സ്. ഓൺലൈൻ രജിസ്ട്രേഷൻ കഴിയുന്നതിന് മുമ്പേ ഇത് അപ്ലോഡ് ചെയ്യണം. പിന്നെ ഓൺലൈൻ രജിസ്ട്രേഷന് ഇതെല്ലാം എടുത്ത് വെക്കണം. ഇമെയിൽ ID, നിങ്ങളുടെ ഈ ഒരു ഡേറ്റാസ്, ലോഗിൻ എല്ലാം കറക്റ്റായിട്ട് ഇതാ പറയുന്നുണ്ട്. എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. ഓക്കെ, ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യമായിട്ട് ചെയ്യുന്നവർ ഇതെല്ലാം കറക്റ്റായിട്ട് എന്ത് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നെല്ലാം ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. ഓൺ ടൈം രജിസ്ട്രേഷൻ്റെ ഈ പുതിയൊരു സൈറ്റാണ്.
പുതിയ ആൾക്കാരാണെങ്കിൽ രജിസ്റ്റർ നൗ കൊടുക്കുക. ഓൾറെഡി ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ലോഗിൻ ചെയ്ത് എന്ത് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ ചെയ്ത് പുതുതായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് കേട്ടോ. പുതുതായിട്ടുള്ള ആൾക്കാർ കുറേ പേര് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ ചെയ്യണം എല്ലാം അവർ ആ സൈറ്റ് ഉൾപ്പെടെ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതനുസരിച്ച് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ സൈറ്റിൽ ചെയ്യാവുന്ന പറ്റും. ആദ്യം ഓൺലൈൻ രജിസ്ട്രേഷൻ, പിന്നെ ഇങ്ങനെയാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം എന്ത് ചെയ്യുന്നത് എല്ലാം ഇവിടെ പറയുന്നുണ്ട്. വേണമെങ്കിൽ ഒന്ന് ചെയ്ത് കാണിക്കാം, ഒരു വീഡിയോ ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഫോട്ടോഗ്രാഫിൻ്റെ കാര്യവും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഇവർ പറയുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് കിട്ടുന്ന ഇതെല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവസാനം എന്ത് ചെയ്യും, ഒരു ആപ്ലിക്കേഷൻ്റെ പ്രിൻറ്റ് കിട്ടും. ആ ഒരു ആപ്ലിക്കേഷൻ എല്ലാം ചെയ്തിട്ട് അപ്ലോഡൊക്കെ ചെയ്തിട്ട് എന്നിട്ട് നിങ്ങൾക്ക് ഇതേപോലൊരു പ്രിൻറ്റ് ഫോം കിട്ടും. അപ്പോൾ ഇതെന്ത് ചെയ്യുക, കോപ്പി സൂക്ഷിച്ച് വെക്കുക. കാരണം നിങ്ങൾ അപ്ലൈ ചെയ്തു എന്നുള്ള ആ ഒരു എന്താ പറയുന്നത് തെളിവാണ്. പിന്നെ ഓരോരുത്തർക്കും ഏതൊക്കെ പ്രശ്നങ്ങൾ, ഇപ്പോൾ ചിലപ്പോൾ കളർ ബ്ലൈൻഡ്നെസ് ഉള്ള ചില പോസ്റ്റുകളെ അത് പറ്റത്തില്ല. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതാ ഇവിടെ ഈ അനക്ഷർ 5 എല്ലാം പറഞ്ഞിട്ടുണ്ട്. കളർ ബ്ലൈൻഡ്നെസ് ഉള്ളവർക്ക് പറ്റാത്ത ഏതാണ്, അതെല്ലാം ഇതാ ഈ ഒരു എല്ലാ പോസ്റ്റുകളും എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇൻഫർമേഷൻ സംബന്ധിച്ച് ഓരോ പോസ്റ്റുകളുടെയും എന്തൊക്കെയാണ് ഡിസബിലിറ്റീസ് പറ്റുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. യെസ്, ഇപ്പോൾ CB ഡീറ്റെയിൽ ഓഫീസ് സൂപ്രണ്ടിന് എന്തൊക്കെ BLB, ഇപ്പോൾ ഓരോ കോഡ് താഴെ പറയും ഏതൊക്കെയാണെന്നൊക്കെ ഉള്ളത് എന്ത് ചെയ്യും, കോഡുകളായിട്ട് പറയുന്നതായിരിക്കും. അതെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓരോ കോഡ് ബ്ലൈൻഡ്, ലോ വിഷൻ, ഡെഫ്, അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ബ്ലൈൻഡ് ആയിട്ടുള്ളവർക്ക് ഏതൊക്കെ പറ്റും, ലോ വിഷൻ പറ്റും. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു ഏതൊക്കെ പറ്റില്ല, ഏതൊക്കെ ഉള്ളവർക്ക് പറ്റില്ല എന്നായിരിക്കും ചിലപ്പോൾ കാണിക്കുന്നത്. എക്സംപ്റ്റഡ് ആയിരിക്കും ചിലപ്പോൾ ഇവിടെ കാണിക്കുന്നത്. ഇതൊക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ ഈ ജോലി പറ്റില്ല എന്നായിരിക്കും എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് സ്യൂട്ടബിൾ കാറ്റഗറി ഓഫ് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഫങ്ഷണൽ റിക്വയർമെൻറ്റ് വേണ്ടുന്ന സാധനങ്ങളാണിത്. പറ്റാവുന്നവർക്ക്, ഇങ്ങനെയുള്ളവർക്കും പറ്റാം, ഇങ്ങനെയുള്ളവർക്കും പറ്റാം. അത് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു നിങ്ങളുടെ കാറ്റഗറി ഏതാണെന്ന് വെച്ചാൽ അത് നോക്കി തന്നെ എന്ത് ചെയ്യണം. ഇപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ടുള്ളവർ കാണും, ഈ ഫിസിക്കൽ ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ളവർ ഏതൊക്കെ പോസ്റ്റുകൾക്ക് പറ്റുമെന്നൊക്കെ ഒരു ഡൗട്ട് കാണും. അതൊക്കെ എന്ത് ചെയ്യുക, ഇതുവഴി നോക്കുക. നമ്മുടെ കളർ ബ്ലൈൻഡ്നെസ് ശ്രദ്ധിച്ചോണം. കളർ ബ്ലൈൻഡ്നെസ് ചില പോസ്റ്റുകളിൽ ഫിസിക്കൽ വേണ്ടുന്ന പോസ്റ്റുകളിൽ പറ്റില്ല, അത് നോക്കിക്കോണം കേട്ടോ. ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് അത് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. പിന്നെ ഏജ് റിലാക്സേഷൻ്റെ കാര്യം പറയുന്നുണ്ട്. ഡിഫൻസ് ആൾക്കാർക്ക്, എക്സ് സർവീസ്മാനിൻ്റെ SC ST സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് ഉണ്ട്. അതല്ല, ഇതൊക്കെ കൊണ്ട് എന്ത് അക്ഷയയിൽ കൊടുക്കുക. സർട്ടിഫിക്കറ്റ് പോസ്റ്റ് അതർ ബാഗിൽ OBCയുടെ ആ ഒരു ഫോർമാറ്റ് ഉണ്ട്. ഇൻകം അസറ്റ് നമ്മുടെ EWS കാറ്റഗറീസിനുള്ള ഇതുണ്ട്. ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ്, അങ്ങനെ എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ കറക്റ്റായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സിൻ്റെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ഏതൊക്കെ പോസ്റ്റുകൾക്കാണ് വേണ്ടതെന്ന് എന്ത് ചെയ്തിട്ടുണ്ട് ഇവർ പറഞ്ഞിട്ടുണ്ട്. ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഏതൊക്കെയാണ്, ഇൻസ്പെക്ടർ ഏതിലെ സെൻട്രൽ എക്സൈസ്, GST, എക്സാമിനർ, കസ്റ്റംസിലെ പ്രിവെൻറ്റീവ്. അപ്പോൾ ഈ എക്സാമിനറും കസ്റ്റംസിലെ തന്നെയാണ്. ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടറിൻ, CBN. അപ്പോൾ ഇവിടെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്താണ്, മെയിലിന് 157 സെൻറ്റിമീറ്റർ. ഈ ഹൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നിങ്ങൾക്ക് ഈ ഒരു ജോലിയിൽ നിങ്ങൾക്ക് ജോലി കിട്ടത്തുള്ളൂ. അവർ ഹൈറ്റൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് എടുക്കുന്നതാണ്. ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ ബാക്കി പോസ്റ്റിലൊന്നും എന്ന് വേണ്ട, ഈ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഒന്നുമില്ല. നിങ്ങൾക്ക് 130 സെൻറ്റിമീറ്റർ ആണെങ്കിൽ പോലും ഇൻകം ടാക്സ് ഇൻസ്പെക്ടറായിട്ടൊക്കെ ജോലി കിട്ടും. ബാക്കി എല്ലാ പോസ്റ്റുകൾക്കും എന്ത് കിട്ടും, ജോലി കിട്ടും. അവിടെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ഒന്നുമില്ല. സ്റ്റാൻഡേർഡ്സ് ഉള്ള ഈ പോസ്റ്റുകളിൽ ഇതായിരിക്കണം സ്റ്റാൻഡേർഡ്സ്. CBIയിലൊക്കെ വേറെയാണ്. ഓക്കെ, അപ്പോൾ ഇത് മെയിൽ കാൻഡിഡേറ്റ്സ് ആണ്. ചെസ്റ്റ് 81. പിന്നെ ഫിസിക്കൽ ടെസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ നടക്കണം, 15 മിനിറ്റിൽ 1600 നടക്കണം. സൈക്കിൾ ഓട്ടണം അരമണിക്കൂറിൽ 8 കിലോമീറ്റർ. വലിയ പാടൊന്നുമില്ല, ഒന്നുമല്ല കേട്ടോ, ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. ഈ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഹൈറ്റ് 152 ആയിരിക്കണം, വെയിറ്റ് 48 മിനിമം ഉണ്ടായിരിക്കണം. ഇതൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് നോക്കും. ഫിസിക്കൽ ഇതേ ഉള്ളൂ, 1 കിലോമീറ്റർ 20 മിനിറ്റ് നടക്കുക, 3 കിലോമീറ്റർ 25 മിനിറ്റിൽ സൈക്കിൾ ഓട്ടുക. വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി വിൽ ഹാവ് ടു മീറ്റ് ദ ഫിസിക്കൽ, എവിടെയാണ്, സെൻട്രൽ എക്സൈസ് എക്സാമിൻ്റെ പ്രിവെൻറ്റീവ്. ഹൈറ്റ്, ചെസ്റ്റ്, വെയിറ്റും എല്ലാം കറക്റ്റ് ആയിരിക്കണം. ഓർത്തോപീഡിയാക്കിൽ ഡിസബിലിറ്റി ആണെങ്കിൽ പോകണമെങ്കിൽ, അപ്പോൾ അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. വാക്കിംഗ് കാണത്തില്ല, സൈക്ലിംഗ് കാണത്തില്ല, അതൊക്കെ നോക്കുക. ഇനി ഫിസിക്കൽ സ്റ്റാൻഡേർഡ് പറയുക, പോസ്റ്റ് ഓഫ് സെൻട്രൽ ബിൽ CBIയിൽ എന്തായിരിക്കണം, 165 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം. വിമണിന് എത്ര വേണം, 150 വേണം. ഇവിടെ എത്ര 152 ഹൈറ്റ് വേണമായിരുന്നു ഫീമെയിലിന്, ഇവിടെ 150 ആയാലും കുഴപ്പമില്ല. യെസ്, ചെസ്റ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, വിഷൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വിഷൻ്റെ കാര്യം 6/6 in 1 eye. ഇത് നമ്മുടെ എവിടെയാണ്, ഇവിടെ CBIയിലാണ്. ഇതൊക്കെ നോക്കണം. പോസ്റ്റ് ഓഫ് സബ് ഇൻസ്പെക്ടർ NIA ആകുമ്പോൾ കുറച്ചുകൂടെ പോലും. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി വിമണിന് 150 തന്നെയാണ്, മെന്നിന് 170 വേണം. ശ്രദ്ധിച്ചോണം, ഓരോന്നിൻ്റെ തന്നിട്ടുണ്ട്. പിന്നെ സബ് ഇൻസ്പെക്ടർ ഇത് നർക്കോട്ടിക്സിൽ, അപ്പോൾ അവിടെ 165 152. ഓക്കെ, ഇതൊക്കെ വായിച്ചോളൂ. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ ശ്രദ്ധിച്ചോളൂ. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പോസ്റ്റിൽ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ജോലി കിട്ടത്തുള്ളൂ. ആ ഒരു പ്രിഫറൻസ് കൊടുക്കുന്ന സമയത്ത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് BRO ബോർഡർ റോഡ് ഓർഗനൈസേഷനിൽ കുറച്ച് എന്താണ്
ഫിസിക്കൽ കൂടുതലായിരിക്കും. അപ്പോൾ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, മെഡിക്കൽ എക്സാമിനേഷൻ കാര്യങ്ങളുണ്ട്. അതൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് വായിച്ച് നോക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ആ ഒരു ഫിസിക്കൽ ടെസ്റ്റിൻ്റെ. ഒരുപാട് പേർക്ക് ഡൗട്ട് വരുന്ന ഒരു പ്രശ്നമാണ്. യെസ്, ഓൺലി പാസിംഗ് ദ ടെസ്റ്റ്. ഓക്കെ, ഇത് ഗ്രൂപ്പ് സി പോസ്റ്റ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് അവർക്കൊന്നുമില്ല 1 മൈൽ റൺ. ഓക്കെ, ഇതെനിക്ക് തോന്നുന്നു വേറെ ഏതോ BRO ബോർഡർ ഓർഗനൈസേഷൻ തന്നെയാണ്. ഓക്കെ, ഓരോരുത്തരുടെയും ഈസ്റ്റേൺ റീജിയനിലൊക്കെ കുറച്ച് ഇളവുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ ഒന്നുമില്ല. ഓക്കെ, കുഴപ്പമില്ല. ഇതൊക്കെ അവർ എക്സ്ട്രാ ആയിട്ട് മെഡിക്കൽ ഇൻസ്പെക്ഷൻ, അതൊന്നും നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളല്ല. നമ്മളുടെ ഈ ഒരു എക്സാമിന് ഇപ്പം എന്ത് വേണ്ടുന്നതല്ല, ആവശ്യമുള്ളതല്ല. ഓക്കെ ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ, കഴിഞ്ഞു. ഇത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ ആ ഒരു CGL എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഏകദേശം നിങ്ങളുടെ കുറേ ഡൗട്ടുകൾ ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു CGL എക്സാമിനെ പറ്റിയും അതിൻ്റെ പോസ്റ്റുകളെ പറ്റിയൊക്കെയുള്ള ഒരു വീഡിയോ ആണ് ചെയ്തത്. CGLന് വേണ്ടി ഒരു ക്രാഷ് കോഴ്സ്, നമ്മളുടെ മാത്സിന് വേണ്ടി ക്രാഷ് കോഴ്സ് എന്ത് ചെയ്യാവുന്നതാണ്, നമ്മളുടെ ചാനലിലുടനെ തന്നെ വരുന്നതാണ്. ബാക്കി ക്ലാസ്സെല്ലാം കാണുക. കംപ്ലീറ്റ് ആയിട്ട് മാത്സ് ഇംഗ്ലീഷും പഠിക്കുന്നവർക്ക് നിങ്ങൾക്ക് ചാനലിൽ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്ത് എന്ത് ചെയ്യാം, പഠിക്കാവുന്നതാണ്. എല്ലാം അത് 2026 എയിം ചെയ്യുന്നവർക്കാണ്. ഓക്കെ, അപ്പോൾ ഉള്ളവർ ബാക്കി പഠിക്കുക, മാക്സിമം നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.